ഒറ്റ രാത്രി കൊണ്ടല്ലേ ജീവിതം മാറി മറിഞ്ഞത്. ക്രിക്കറ്റ് ലോകം കീഴടക്കിയ മലയാളി മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി വിഘ്നേഷ് പുത്തൂർ. സാധാരണക്കാരായ ഒരു കുടുംബത്തിൽ നിന്നും IPL പോലൊരു വലിയ ക്രിക്കറ്റ് വേദിയിലേക്ക് എത്തിയ വിഘ്നേഷിന്റെ യാത്ര ഏവർക്കും പ്രോത്സാഹനം നൽകുന്നതാണ്. ഓട്ടോ ഡ്രൈവറായ സുനിൽ കുമാറിന്റെയും വീട്ടമ്മയായ ബിന്ദുവിന്റെയും മകൻ വിഘ്നേഷിന് ചെറുപ്പം മുതൽ ക്രിക്കറ്റിലായിരുന്നു കമ്പം. താല്പര്യം കണ്ട് സുനിൽ കുമാർ മകനെ പെരിന്തൽമണ്ണയിലെ ക്രിക്കറ്റ് കോച്ച് വിജയന്റെ അടുത്തെത്തിച്ചു. അന്ന് പ്രായം 12 വയസ്സ്. വിഘ്നേഷ് പുത്തൂർ എന്ന ഇന്ന് ക്രിക്കറ്റ് ലോകമറിയുന്ന പ്രതിഭയുടെ തുടക്കം അങ്ങനെയാണ്. എന്നും പുതുമുഖ പ്രതിഭകളെ കണ്ടെത്തി വളർത്തിയെടുത്ത ചരിത്രമുള്ള മുംബൈ ഇന്ത്യൻസ് ടീമിലെ ഏറ്റവും ലേറ്റസ്റ്റ് താരം അതാണ് വിഘ്നേഷ് പുത്തൂർ. ഇതിഹാസ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ പകരക്കാരനായി ഇമ്പാക്ട് പ്ലെയറായി കളത്തിലിറങ്ങുക, ചെന്നൈ ക്യാപ്റ്റന്റേതടക്കം 3 നിർണായകമായ വിക്കറ്റുകൾ വീഴ്ത്തുക, അനായാസ വിജയത്തിലേക്ക് കുതിക്കുകയായിരുന്ന ചെന്നൈയെ ഒരു ഘട്ടത്തിൽ ബാക്ക്ഫൂട്ടിലാക്കുക, ഒടുവിൽ സാക്ഷാൽ MS ധോണി വരെ ചേർത്തുപിടിച്ച് അഭിനന്ദിക്കുക. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ ഒരു 24-കാരന് കിട്ടാവുന്നതിൽ വെച്ച് സ്വപ്നതുല്യമായ അരങ്ങേറ്റം. അതാണ് ഈ പെരിന്തൽമണ്ണക്കാരന് ലഭിച്ചത്. വിഘ്നേഷിന്റെ ആദ്യ ബോൾ ഋതുരാജ് സിംഗിളിൽ ഒതുക്കുന്നു. 2ാം ബോളിലും തുടരുന്നു. അടുത്തതിലും ഡബിൾ. 4ാം പന്തിൽ റണ്ണെടുക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ തുടരെ പുതുചരിത്രങ്ങൾ രചിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ വിഘ്നേഷ് പുത്തൂർ വെറും 3 ഓവറിൽ 17 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റുകൾ നേടി മുംബൈയുടെ വിജയ പ്രതീക്ഷകൾക്ക് ജീവൻ നൽകുന്നു. കംഫർട്ടബിളായ നിലയിൽ നിന്ന് ചെന്നൈ 4 വിക്കറ്റ് നഷ്ടത്തിലേക്ക്. അക്ഷരാർത്ഥത്തിൽ മുംബൈയുടെ ഇമ്പാക്ട് പ്ലെയറായി മാറുകയായി വിഘ്നേഷ്. 17ാം ഓവറിൽ ജഡേജയുടെ ബൗണ്ടറി എന്നുറപ്പിച്ച ഒരു ഷോട്ട് തടയുന്നുമുണ്ട് വിഘ്നേഷ്. അവസാന ഓവർ അയാളെ ബൗൾ ചെയ്യിക്കാൻ അല്പം താമസിച്ചുപോയി. മുംബൈയുടെ പരാജയത്തിലും ഈ മലപ്പുറംകാരൻ തലയുയർത്തിയാണ് നിന്നത്. ഒടുവിൽ സാക്ഷാൽ ധോണി വരെ ചേർത്തുപിടിച്ച് വാത്സല്യത്തോടെ തോളിൽ തട്ടി വിഘ്നേഷിനെ അഭിനന്ദിക്കുന്നു. അത് ലോകമെമ്പാടും ഏറ്റെടുക്കുന്നു. നമ്മുടെ ഓരോ നാട്ടിലും ഇതുപോലെ ഒരുപാട് വിഘ്നേഷുമാരുണ്ട്. നമ്മളൊന്നറിഞ്ഞ് പരിശ്രമിച്ചാൽ മതിയെന്ന് മാത്രം.